പ്രിയമുള്ളവരെ, ഇവിടെ കുറെ ആളുകൾ ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത്, അതാ കൊടി പിടിച്ച് നടക്കുന്നത് അവരുടെ കൂട്ടത്തിലെ ഏതോ ഒരാൾ അധികാരിയാക്കാനാണ്. ഞങ്ങൾ കൊടി പിടിക്കുന്നത് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരിടമാകുന്ന അധികാരം കിട്ടാനാണ്. ഒരാളെ പഞ്ചായത്തിലേറ്റാൻ വേണ്ടി കുറെ ആളിങ്ങനെ കറങ്ങി നടക്കാണ്. നമ്മൾ നമുക്കൊരിടം കിട്ടാൻ വേണ്ടി നടക്കാണ്. അത് ദുനിയാവിലെ പഞ്ചായത്തല്ല, അത് 5 കൊല്ലത്തെ ഭരണമല്ല, അനന്തമായ സ്വർഗത്തിലെ ഒരിടം കിട്ടാനാണ്. അതിനു തന്നെ പ്രവർത്തിച്ചിട്ട് സമയം തികയുന്നില്ല. പിന്നല്ലേ ഏതോ ഒരാളെ 5 കൊല്ലത്തേക്ക് എവിടെ ഇരുത്താൻ നമ്മളിങ്ങനെ അധ്വാനിക്കുക? അതിന് നേരം പോരാ. കാരണം സ്വന്തം ഒരു സീറ്റ് കിട്ടണം. ആ സീറ്റ് എവിടെയാണ്? അനന്തമായ അനുഭൂതികളുടെയും അവസാനിക്കാത്ത ആർഭാടങ്ങളുടെയും ഒടുങ്ങാത്ത സൗകര്യങ്ങളുടെയും അനന്തവിശാലമായ പറുദീസയിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള മത്സരത്തിലാണ്. അതിൽ തന്നെ സമയം തികയുന്നില്ല. നമ്മുടെ ആയുസ് നമുക്ക് നല്ലൊരു സ്ഥലത്ത് സീറ്റ് കിട്ടാൻ വേണ്ടി അധ്വാനിക്കാൻ തന്നെ തികയണില്ല. പിന്നല്ലേ ഏതോ ഒരാൾ 5 കൊല്ലത്തേക്ക് കയറ്റാൻ നമ്മളങ്ങോട്ട് പോയി കൊടുക്കാം. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും. അത് നമ്മൾ വിവേകത്തോടെയും കാര്യബോധത്തോടെയും ചെയ്യും. പക്ഷേ ആരെയും അങ്ങനെ കയറ്റാൻ ഇറങ്ങാൻ നമുക്ക് നേരമില്ല. സ്വന്തം ബേജാറിലാണ്. അതിവിടുത്തെ നിയമസഭയിൽ സീറ്റ് കിട്ടുമോ എന്ന ബേജാറല്ല, പാർലമെന്റിലെത്തുമോ എന്ന ബേജാറല്ല. എല്ലാം കഴിഞ്ഞു ചെല്ലുന്ന ഒരു ലോകത്തെ സീറ്റിന് വേണ്ടിയുള്ള ബേജാറാണ്. അതിനു വേണ്ടിയുള്ള മത്സരമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അധ്വാനമാണ്. അതുകൊണ്ട് എൻ്റെ സുന്നത്ത് ജമാഅത്തിന്റെ ദീനിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നമ്മൾ കാര്യബോധത്തോടെ പെരുമാറുന്നവരാകണം. ഈ ജീവിതം നൈമിഷികമായ ജീവിതമാണ്, താൽക്കാലികമായ ജീവിതമാണ്. എല്ലാ ഉത്തരവാദിത്വങ്ങളും അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. തഖ്വയോടെ വേണേ